പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കുറ്റ്യാടിയിലെത്തിയപ്പോഴുണ്ടായ പിടിവലിയെ ചൊല്ലിയുള്ള ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. ഇത് ഐക്യമുന്നണിയല്ല, അടിപിടി മുന്നണിയാണെന്ന പരിഹാസങ്ങൾക്കും ഇനിയും മാറാത്ത കോൺഗ്രസ് എന്ന വിമർശനങ്ങൾക്കും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ മറുപടിയുമായെത്തി. നിസാര കാര്യങ്ങൾ ഊതിപ്പെരിപ്പിക്കുകയാണെന്നും കുറ്റ്യാടിയിൽ നടന്നത് സ്നേഹത്തള്ളലാണെന്നുമാണ് മറുപടി. പിടിവലിക്കിടയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണിട്ടില്ലെന്നും സതീശനെ പ്രസംഗിക്കാൻ വിളിക്കുന്നതിന് മുൻപ് തന്നെ വിളിക്കാത്തതിൽ ഷാഫിക്ക് പരിഭവമില്ലെന്നും നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് നേർവിപരീതമാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. ആദ്യം നമുക്ക് കുറ്റ്യാടിയിൽ ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് ഒരിക്കൽ കൂടി ഒന്ന് കാണാം. ആ ദൃശ്യത്തിലേക്കൊന്ന് പോകാം. അതിനുശേഷം നേതാക്കളുടെ പ്രതികരണവും കാണാം. നമ്മുടെ പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. എല്ലാവരും ഇത് ചെയ്തു. അപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കുന്നില്ല, വേഗം തീർക്കെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു, ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളത് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രമോദിനം പിടിച്ചു മാറ്റിയ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു. എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണുപോയത്. എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? ലോക്കൽ MP-നെ പ്രസംഗിപ്പിക്കണം. ആദ്യം പാർട്ടി പ്രോട്ടോകോൾ അനുസരിച്ച് ലോക്കൽ MP-ക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കണം. ഞാൻ അഭിപ്രായക്കാരൻ. വീണ്ടും പ്രവർത്തകർ ഷാഫിയെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിളിക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു സ്നേഹത്തള്ളൽ നടത്തിയതാ. ആ സ്നേഹത്തള്ളൽ പോലും ഒന്നും തള്ളിയ കേരളം എന്ത് ചെയ്യാനാ? അഭിലാഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. അഭിലാഷ്, കുറ്റ്യാടിയിൽ നിന്നുള്ള ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങൾ പലകുറി നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ ഇന്ന് നേതാക്കളുടെ ന്യായീകരണവും മറുപടിയൊക്കെയാണ് വലിയ ചർച്ചകളായി മാറുന്നത്. അതിൽ സ്നേഹത്തള്ളലാണെന്നാണ് പറയുന്നത്. നമുക്ക് ആ നേതാക്കളുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് കുറ്റ്യാടിയിൽ നടന്നത് എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാം. പ്രത്യേകിച്ച് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ ഷാഫി പറയുന്ന ഒരു കാര്യം വ്യക്തമായി കേൾക്കാം. അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ടാണോ എന്നെ വിളിക്കേണ്ടത് എന്ന് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് സതീശൻ പ്രസംഗിച്ചു കഴിഞ്ഞ് പിന്നീട് ഷാഫിക്ക് പ്രസംഗിക്കുന്നതിൽ ഒരു നീരസമില്ലേ എന്നുള്ളതൊരു ചോദ്യമായി തന്നെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവശേഷിക്കുന്നുണ്ട്. അല്ലെന്നൊക്കെ നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും മറ്റൊന്ന്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണു എന്നത് സംബന്ധിച്ചുള്ള ഒരു ചർച്ച. അതിൽ ഒരു കാര്യം വ്യക്തമാണ്, ആ ഒരു തള്ളൽ ഉണ്ടാകുമ്പോൾ ആ മൈക്ക് സ്റ്റാൻഡിന് തൊട്ടുപിറകിലായി മുല്ലപ്പള്ളി അങ്ങ് ആ കസേരയിൽ അങ്ങ് ഇരുന്നു പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ദൃശ്യങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം? നിലവിലിപ്പോ നടക്കുന്ന ചർച്ചകളൊക്കെ എന്താണ് അഭിലാഷ്? രോഷ്നി, സ്നേഹത്തള്ളലെന്നും കുടുംബത്തിലുണ്ടാവുന്ന വഴക്കാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ വിഷ്വൽ നമുക്ക് പരിശോധിക്കുമ്പോൾ അവിടെ കോൺഗ്രസ് ഏത് കാലത്തും കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഏതായാലും വലിയ തരത്തിൽ ഒരു മുന്നോട്ട് കൊണ്ടുവന്നിരുന്ന ഒരു യാത്രയാണ് ഈ യാത്ര. ആ യാത്രക്കിടയിലാണ് ഒരു കല്ലുകടിയായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അവിടെ ഏതാണ്ട് 1.5 മണിക്കൂറുകൾക്ക് ശേഷമാണ് പരിപാടി നേരത്തെ നിശ്ചയിച്ചിൽ നിന്ന് 1.5 മണിക്കൂറുകൾക്ക് ശേഷമാണ് വി ഡി സതീശൻ ജാഥ ക്യാപ്റ്റൻ അവിടേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനു മുമ്പ് പല നേതാക്കളും സംസാരിച്ചിരുന്നെങ്കിൽ പോലും ഷാഫി പറമ്പിൽ സംസാരിച്ചിരുന്നില്ല. അവിടെ ലോക്കൽ MP കൂടിയാണ് ഷാഫി പറമ്പിൽ. അതിനേക്കാൾ ഉപരി അവിടെ വലിയ തരത്തിൽ ജനപ്രിയതയുള്ള ഒരു നേതാവ് കൂടിയാണ്, പ്രാദേശിക തലത്തിൽ ജനങ്ങളുടെയൊക്കെ സ്വീകാര്യതയുള്ള ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹം സംസാരിക്കണമെന്നൊരു ആവശ്യം അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് വി ഡി സതീശൻ വേദിയിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ സമയം വൈകിയിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ പ്രസംഗിക്കാൻ ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ പറയുന്ന ഇദ്ദേഹത്തെ അധ്യക്ഷനായിരുന്ന അദ്ദേഹത്തെ മാറ്റാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നത്. പ്രമോദ് കക്കിട്ടിലായിരുന്നു അതിന്റെ അധ്യക്ഷത വഹിച്ചത്. അദ്ദേഹത്തെ മാറ്റാനുള്ള ശ്രമമൊക്കെ ആ ഘട്ടത്തിൽ നടക്കുകയും പിന്നിലൂടെ വലിച്ച് ഷാഫി പറമ്പിൽ കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതിനിടയിൽ അദ്ദേഹം നീരസത്തോടെ തന്നെ പറയുന്നുണ്ട്, വി ഡി സതീശനെ വിളിച്ചതിന് ശേഷമാണോ തന്നെ വിളിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതും നമുക്ക് ഓഡിയോ അതിൽ വളരെ കൃത്യമായി തന്നെ കേൾക്കാവുന്നതാണ്. ഏതായാലും അതിനിടയിൽ, ആ തള്ളലിനിടയിൽ അവിടെ
മുല്ലപ്പള്ളി രാമചന്ദ്രൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ തള്ളിനിടയിൽ തന്നെയാണ് അദ്ദേഹം ആ സീറ്റിലേക്ക് ഇരുന്നു പോകുന്നത്. അദ്ദേഹം നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വളരെ കൃത്യമായി തന്നെ കാണാം. അദ്ദേഹം സീറ്റിലേക്ക് പെട്ടെന്ന് തന്നെ വീഴുന്ന നിലയിലേക്കാണ്, ഇരുന്നു പോകുന്ന നിലയിൽ തന്നെയായിരുന്നു ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കല്ലുകടിയായിരുന്ന സംഭവം കൂടിയാണ്. നേരത്തെ DCCയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് DCC ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിരുന്നു. അന്ന് ചില മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ പാർട്ടിയുടെ ഭാഗത്തുണ്ടാകുകയും കസാരകളിലൊക്കെ പേരുകൾ എഴുതി വെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായതിൽ ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ഏതായാലും ഈ പ്രധാനപ്പെട്ട ഒരു യാത്രയ്ക്കിടയിൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് ഒരു കല്ലുകടിയായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറ്റ്യാടിയിൽ നടന്നത് എന്താണ്, അതിന്റെ ചർച്ചകൾ എന്താണ് എന്നുള്ളതാണ് അഭിലാഷ് വിശദീകരിച്ചത്.